Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ കെച്ചപ്പ് ആട്ടോ. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഇത് നല്ല പഴുത്ത തക്കാളിയാണ്. നല്ല കളറുള്ളത് നോക്കിയെടുക്കാം. ഇതുപോലെ ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു രീതിയിലുള്ള തക്കാളി നമുക്കിപ്പോൾ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ തക്കാളിയാണിത്. അത് 1 കിലോ ഉണ്ട്. ഇപ്പോൾ ഞാൻ കഴുകി എടുത്തേക്കണേണ്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇവിടെ കാണുന്ന ഈ കറുത്ത ഭാഗം ഉണ്ടല്ലോ അത് കളയണം. അതുപോലെ ഇതിൻ്റെ അകത്തൊരു കുറച്ച് കട്ടിയുള്ളൊരു ഭാഗവും വരുന്നുണ്ട്. അപ്പോൾ അതും അങ്ങ് കളഞ്ഞേക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് കണക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാനിത് ഒന്നും കൂടെ മുറിക്കുന്നുണ്ട്. ഇതൊരു 4 ആയിട്ടാണ് മുറിക്കുന്നത്. ഇതുപോലെയാണ് മുറിച്ചെടുക്കുന്നത്. ഞാൻ ഇതുപോലെ ആട്ടോ കട്ട് ചെയ്തേക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഞാനിവിടെ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കണക്ക് 4 ആയിട്ടാണ് മുറിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നടുക്കത്തെ ആ കട്ടിയുള്ള ഭാഗം കളഞ്ഞിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. അത് കണക്ക് നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം ഇതിനെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കുക്കറിലേക്ക് മാറ്റണേണ്. ഇനി ഇതിലേക്ക് 4 വെളുത്തുള്ളി, ഇത് ചെറിയ വെളുത്തുള്ളിയാണ്, അത് ചേർക്കാം. ഒരു ചെറിയ പീസ് കറുവപ്പട്ട, 3 ഗ്രാമ്പൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് സ്റ്റൗവിലേക്ക് മാറ്റാൻ പോവാണ്. ഇത് ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ, ലോ ഫ്ലെയിമിൽ 1 വിസിൽ. അപ്പോഴത്തേക്ക് തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് സ്റ്റൗവിലേക്ക് മാറ്റണേണ്. ഈ കുക്കറിൻ്റെ പ്രഷർ ഫുള്ളായി പോയതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന പട്ടയും ഗ്രാമ്പും എടുത്ത് മാറ്റാം. അതിൻ്റെ ഫ്ലേവർ അങ്ങനെ അധികം വേണ്ട. അത് ഇതിപ്പോൾ നമുക്ക് അരയ്ക്കാൻ പോവാം. അപ്പോൾ അരയ്ക്കുമ്പോഴത്തേക്ക് ഇത് അരഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പട്ടയുടെയും ഗ്രാമ്പുവിൻ്റെ ഫ്ലേവർ നല്ല പോലെ മുന്നേ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റണയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് 3 ഗ്രാമ്പുവാണ് ചേർത്തേക്കണത്. വെളുത്തുള്ളി കളയണ്ട. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് നമ്മൾ വേവിച്ചത്. അപ്പോൾ തക്കാളിയുടെ വെള്ളമാട്ടോ ഈ കാണുന്നതൊക്കെ. അപ്പോൾ നല്ല പഴുത്ത നല്ല കളറുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല കളർ ഉണ്ടാവും. ഇതിപ്പോൾ വലിയ കളറൊന്നും ഇല്ലാത്ത തക്കാളി. അപ്പം നാട്ടിലൊക്കെ കിട്ടുന്ന തക്കാളിക്ക് ഇത്രയൊക്കെ കളറേ ഉണ്ടാവുള്ളൂ. ഇത് മിക്സിയിലേക്ക് മാറ്റാം. ഇത് ഞാൻ 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇത് ഒറ്റ ബാച്ച് പോകത്തില്ല. അതുപോലെ ഇത് അരയ്ക്കുമ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ അരയ്ക്കാൻ പാടുള്ളൂ. നല്ല ചൂടിൽ ഇത് അരയ്ക്കാൻ പാടില്ല കേട്ടോ. ഞാനിത് അരച്ചിട്ട് വരട്ടെ. ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. അങ്ങനെ ഇത് മുഴുവനും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇതൊക്കെ കരടൊക്കെ കാണുമായിരിക്കും, ചില കുരു തൊലിയൊക്കെ കാണും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റാണ് നമുക്ക് വേണ്ടത്. പാത്രത്തിലേക്ക് വലിയ ഹോളുള്ള ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. നമ്മൾ ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പ് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഇത് അരിച്ചെടുക്കാം. എന്നാൽ ഇളക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ താഴേക്ക് വീഴത്തുള്ളൂ. ഇതിന് കുറച്ച് കട്ടിയായിട്ടുള്ള അതിന് കുറുകിയിട്ടുള്ള ഒരു ജ്യൂസാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇളക്കി തന്നെ കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ തൊലിയും പിന്നെ ആ തക്കാളിയുടെ വിത്തും ഒക്കെയാണ്. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് പെടാൻ പാടില്ല. കണ്ടോ, ഈ തക്കാളിയുടെ തൊലിയും അരിയൊക്കെയാണ്. ഇത് നമുക്കെടുത്ത് കളയാം. ഇതിപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ തരി ഒട്ടുമില്ല. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇത് സ്റ്റൗവിലേക്ക് മാറ്റാം.
ഞാനിത് സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ചേർത്തേക്കുന്നത് കാശ്മീരി ചില്ലി ആട്ടോ. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടെ കളർ കിട്ടും. തക്കാളി വലിയ കളറില്ലാത്തല്ലേ, അപ്പോൾ ഇത് കിടക്കുമ്പോൾ കുറച്ചും കൂടെ കളർ വരും. കുറച്ച് കുരുമുളക്, ഏകദേശം ഒരു പിഞ്ച് ഉണ്ടാകും, അത് ചേർക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഇതിപ്പോൾ ഒരു 1/3 കപ്പ് പഞ്ചസാരയാണ്. ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് കുറുക്കിയെടുക്കണം. അപ്പോൾ ആദ്യമേ ഒന്ന് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം, ഇതൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം തീ കുറച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റി നല്ല കുറുകിയ പരുവത്തിലാക്കിയെടുക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് നല്ല കുറുകി, ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇത്രയും ഉണ്ടല്ലോ, അത് കുറുകി അതിൻ്റെ വെള്ളം വറ്റി വരണം. അപ്പോൾ നമ്മൾ ചക്കയൊക്കെ വരട്ടിയെടുക്കത്തില്ലേ, അത് കൂട്ട് തന്നെ ഇതിങ്ങനെ നമ്മൾ ഇളക്കി വറ്റിച്ചെടുക്കുക. ഇത് ഈ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് ലോ ആക്കി വെക്കുക. അതിനുശേഷം ഇത് വറ്റിച്ചെടുക്കാം. അപ്പോൾ എന്താ വെച്ചാൽ എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒട്ടും ഇളക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വെള്ളം നന്നായിട്ട് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ കണ്ടിന്യൂ ആയിട്ട് ഇളക്കി വെച്ചാൽ മതി. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഇത് നല്ലപോലെ വെള്ളമുണ്ട്. ആ വെള്ളം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ വരുന്നത്. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതിപ്പോൾ നമുക്ക് ഈ വിനാഗിരി ഒഴിക്കുന്നത് ഇത് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് 3 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിക്കുന്നത്. ഇതിൽ മധുരം പുളിയൊക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാട്ടോ ചേർക്കേണ്ടത്. ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ വളരെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാമല്ലോ, ഉപ്പും എരിവും മധുരവും എല്ലാം ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. നമ്മൾ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ നല്ല കുറച്ചും കൂടെ സ്പൈസി ആയിട്ടുള്ള, ഇപ്പോൾ സ്പൈസി ടൊമാറ്റോ കെച്ചപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ. ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതല്ലാണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി ഇതായിട്ട് വന്നിരിക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് കയ്യിലേക്ക് തെറിക്കും. അപ്പോൾ തെറിക്കാതെ വേണം അത് വറ്റിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട് ഞാനിത് വറ്റിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ചെറിയ തീയിലിട്ടിട്ടാണ് വറ്റിച്ചത്. അതുപോലെ ഇപ്പോൾ നല്ലതായിട്ട് കുറുകി, ഇതിപ്പോൾ നല്ല കറക്റ്റ് പരുവമാണ്. നമ്മൾ തവിയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ പതുക്കെ ഉറ്റി വീഴാൻ പാടുള്ളൂ. അത് ഒഴുകി വരുന്ന ആ ഒരു പരുവം കണ്ടോ, നല്ല കട്ടിക്കാണ് അത് ഒഴുകി വരുന്നത്. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഇതൊന്നും കൂടെ കുറുകും. അപ്പോൾ ഇത് വേറൊരു മെത്തേഡും കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറണം. ഇതിൻ്റെ ചൂടൊന്ന് ആറിയിട്ടുണ്ട്. ചൂടാറിക്കഴിയുമ്പോൾ നമ്മളിതിങ്ങനെ സൈഡിലേക്കൊന്ന് ചെരിച്ച് കൊടുക്കുക. ചെരിച്ച് കൊടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം വരുന്നുണ്ടോയെന്ന് അറിയാം. അപ്പോൾ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലൊക്കെ വെള്ളത്തിൻ്റെ ഒരു ഇത് കാണും. സൈഡിലൊക്കെ തക്കാളി നടുക്കായിട്ട് സൈഡിലൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി വരും. അപ്പോൾ ഇത് അങ്ങനെ വരുന്നില്ല. ഇപ്പോൾ ഇത് കറക്റ്റ് പരുവമാണ്. ഇനി നമുക്കിത് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം. അതുപോലെ തവിയയിലും നല്ലതായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല കുറുകി നല്ല തിക്കായിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റാം. ഈ സോസിൻ്റെ ചൂടൊന്ന് ആറിയിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്കിനി ഇത് ഒരുപാടങ്ങ് ആറിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് കുറുകിപ്പോവും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ബോട്ടിലേക്ക് ആക്കാം, ചെറിയ ചൂടോട് കൂടി തന്നെ. ഇതിപ്പോൾ ബോട്ടിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ ഒരു ഫണൽ ഉപയോഗിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്, അതല്ലെങ്കിൽ ഇത് ഒഴിക്കാൻ പാടായിരിക്കും. ടൊമാറ്റോ കെച്ചപ്പ് ഞാനൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ചെറിയ കുപ്പിക്കകത്തും പിന്നെ ഇതുപോലെ ഒരു ബൗളിലും കിട്ടിയിട്ടുണ്ട്. ഈ ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്കിത് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. പറഞ്ഞ പോലെ മധുരം വേണമെന്നുണ്ടെങ്കിൽ മധുരം നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാം, അതുപോലെ എരിവും ആഡ് ചെയ്യാം.
അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അതിപ്പോൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇപ്പം എൻ്റെ അത് ചേർത്തേക്കെന്ന് വെച്ചാൽ വിനാഗിരി ചേർത്തിട്ടുണ്ട്, അതേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഒരു 2 മാസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്